നേതൃത്വവുമായുള്ള അകൽച്ച ഒഴിവാക്കി പാർട്ടിയിൽ സജീവമാകാൻ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ഡോക്ടർ ശശി തരൂർ. ബത്തേരി നേതൃക്യാമ്പിൽ മുഴുവൻ സമയം പങ്കെടുത്ത തരൂർ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമാകുമെന്ന് പറഞ്ഞു. താൻ പാർട്ടി ലൈൻ വിട്ടിട്ടില്ലെന്നും പാർട്ടി എപ്പോഴും കൂടെയുണ്ടെന്നും തരൂർ പറഞ്ഞു. തരൂർ പാർട്ടി ലൈനിനൊപ്പം തിരിച്ചുവന്നെന്ന് കെ.സി. വേണുഗോപാലും ശരിവെച്ചു. ശശി തരൂരും പാർട്ടിയുമായി ഒരു പ്രശ്നവുമില്ലെന്ന് രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചു. ഞാൻ പാർട്ടി ലൈൻ വിട്ടു എന്ന് ആരാ പറഞ്ഞിരിക്കുന്നതാണ് ചോദ്യം. കാരണം നിങ്ങൾക്കറിയാമല്ലോ, ഏത് വിഷയത്തിലും ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞാൽ കൂടി ചില ബേസിക് വിഷയങ്ങളുടെ ഇടയിൽ ഒരിക്കലും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. ആ ഹെഡ്ലൈന് മാത്രം നോക്കിയിട്ട് ചിലർ കോമെന്റ് അടിക്കും. പക്ഷേ ഇപ്പൊ വായിച്ച ശേഷം ആൾക്കാർക്ക് മനസ്സിലാക്കാൻ തുടങ്ങി ഇത് കുറച്ചൊക്കെ കൂടുതൽ ദൂരം പോയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല അതിന്റെ മനസ്സിലും. കോൺഗ്രസ് പാർട്ടിയുമായി സജീവമായി കഴിഞ്ഞ വർക്കിംഗ് കമ്മിറ്റിയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. സജീവമായ ചർച്ചകൾ പങ്കെടുത്തിരുന്നു. അദ്ദേഹം പാർട്ടി ലൈനനുസരിച്ച് നിൽക്കുകയാണ്. അത് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. ശശി തരൂർ പാർട്ടി ലൈനിന്റെ പൂർണ്ണ ഭാഗമായി നിൽക്കുക എന്ന് പറയുന്നത് വി ആർ വെരി ഹാപ്പി അബൌട്ട് ദാറ്റ്. ശശി തരൂരായിട്ട് എന്താ ഇവിടെ കേരളത്തിൽ കോൺഗ്രസിനകത്ത് ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. അദ്ദേഹം നമ്മുടെ MP ആണ്. അദ്ദേഹം എല്ലാ കാര്യത്തിലും സഹകരിക്കും. 2 ദിവസം ശശി തരൂർ ഇവിടെ ഈ ക്യാമ്പിൽ ഫുൾ ടൈം ഉണ്ട്. അദ്ദേഹം കോൺഗ്രസിന്റെ MP ആണ്. പിന്നെ ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഒരു 100% പാർട്ടിക്കാരനല്ലല്ലോ. മീൻസ് ഞങ്ങളൊക്കെ പോലൊരു പ്രവർത്തനം അല്ലല്ലോ അദ്ദേഹം. അദ്ദേഹം മറ്റൊരു തലത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ്. ചില കാര്യങ്ങളിലൊക്കെ അഭിപ്രായം പറയും. എന്ന് വെച്ചാൽ അദ്ദേഹം ഒരിക്കലും കോൺഗ്രസ് അല്ല എന്ന് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും? മുഹമ്മദ് അസ്ലം വീണ്ടും ചേരുന്നുണ്ട്. അസ്ലം, ശശി തരൂർ വിഷയത്തിൽ പാർട്ടി തൃപ്തരാണോ? നിലവിൽ പല നേതാക്കളും, മുതിർന്ന നേതാക്കൾ തന്നെ രൂക്ഷമായി വിമർശിച്ചിരുന്നതാണ് തരൂരിന്റെ മോദി അനുകൂല ഇല്ലെങ്കിൽ സ്തുതിപാടലിലൊക്കെ. അത് വലിയ വിമർശനം കോൺഗ്രസിനകത്തുണ്ടാക്കി, അഭിപ്രായ വ്യത്യാസങ്ങൾ, പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാക്കിയതാണ്. പക്ഷേ 2 ദിവസമായി വളരെ സജീവമായി നിൽക്കുന്ന തരൂരിനെയും കാണുന്നുണ്ട്. കോൺഗ്രസിന്റെ തൃപ്തി തരൂരിൽ എത്രത്തോളമാണ്? തരൂര് പാർട്ടി ലൈനിൽ നിന്നും മാറിയായിരുന്നു കുറച്ചുനാൾ മുന്നോട്ട് പോയിരുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിനെതിരെ തന്നെ പ്രസ്താവനകൾ വരുന്നു. മോദി സ്തുതിക്കുന്നു. ആ അർത്ഥത്തിൽ ദേശീയ നേതാക്കൾ തന്നെ തരൂരിനെതിരെ രംഗത്ത് വരുന്നു. ആ അർത്ഥത്തിൽ ഒരു ഫൈറ്റ് ക്രിയേറ്റ് ചെയ്ത ഒരു സമയത്ത് നിന്ന് വ്യത്യസ്തമായി മാറി തരൂർ വീണ്ടും പാർട്ടി ലൈനിലേക്ക് വന്നു എന്നതിന്റെ കൃത്യമായ ദൃശ്യങ്ങൾ കൂടി നൽകുന്നതായിരുന്നു ശരിക്കും ബത്തേരിയിലെ ക്യാമ്പ്. അതിൽ അത് സംബന്ധിച്ചുള്ള നേതാക്കൾ തന്നെ നേരിട്ട് അത് പ്രകടമാക്കുകയും ചെയ്തു. പാർട്ടി ലൈനിലേക്ക് ശശി തരൂർ മടങ്ങിയെത്തി എന്ന് അത് AICC ജനറൽ സെക്രട്ടറി, സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി തന്നെ പറയുന്നതോടുകൂടി തന്നെ ഇക്കാര്യത്തിൽ ശശി തരൂര് പാർട്ടിയുമായി സമരസെറ്റ് പോട്ടോ അല്ലെങ്കിൽ സഹകരിച്ചു പോകാൻ തീരുമാനിച്ചു എന്നതിന്റെ വ്യക്തമായ സൂചനയുണ്ട്. മാത്രമല്ല അദ്ദേഹം അത് പറയുന്നുണ്ട്, താൻ പലപ്പോഴും തന്റെ ഭൂരിഭാഗം കാര്യങ്ങളിലും താൻ കോൺഗ്രസുമായി ചേർന്ന് തന്നെയാണ് മുന്നോട്ട് പോയത്. ചില കാര്യങ്ങൾ തനിക്ക് അഭിപ്രായം ഉണ്ടായിരുന്നു. അതേസമയം അതിൽ പല കാര്യങ്ങളും വിവാദമായത് പിന്നെ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ വിവാദമായതാണ്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രതികരണം എന്നാണ് വിശദീകരിക്കുകയാണ്. എന്തായാലും പുതിയ വിവാദങ്ങളിലേക്കൊന്നും പോകാതെ സംസ്ഥാനത്തും അതോടൊപ്പം തന്നെ ദേശീയ രാഷ്ട്രീയത്തിലും സജീവമാകാനും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള കേരളത്തിലെ കോൺഗ്രസിലെ തയ്യാറെടുപ്പിനൊപ്പം നിൽക്കുവാനും പ്രചരണ രംഗത്ത് സജീവമാകാനും അദ്ദേഹം തീരുമാനിച്ചു. വളരെ ആവർത്തിച്ചുള്ള പല കാര്യങ്ങൾ ചോദിച്ചെങ്കിൽ പോലും വിവാദങ്ങളിലേക്ക് അദ്ദേഹം പോയില്ല. പകരം ഞാൻ എപ്പോഴും കോൺഗ്രസിനൊപ്പമാണ്, കോൺഗ്രസും എനിക്കൊപ്പമാണ് എന്ന് പറഞ്ഞു മുന്നോട്ട് പോകാനാണ് തയ്യാറായത്. മുതിർന്ന നേതാക്കളായ കെ.സി. വേണുഗോപാലും രമേശ് ചെന്നിത്തലയും അടക്കം എല്ലാ ആൾക്കാരും തരൂർ വീണ്ടും ലൈനിലേക്ക് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പാർട്ടിയുടെ ലൈനിലേക്ക് വന്നിട്ടുണ്ട് ഉള്ള സന്തോഷം നേരിട്ട് തന്നെ പങ്കുവയ്ക്കുകയും ചെയ്തു. ഒരുപക്ഷെ കുറച്ച് നാളായി കോൺഗ്രസിന് തലവേദനയായിരുന്ന തരൂർ പ്രശ്നം താൽക്കാലികമായിട്ടെങ്കിലും അവസാനിച്ചു, അല്ലെങ്കിൽ ആ വിവാദങ്ങൾ അവസാനിച്ചു. വീണ്ടും കോൺഗ്രസുമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്ന തരൂരിനെയാണ് നമ്മളിപ്പോൾ കാണുന്നത്.